ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും വാമനും ആണെങ്കിൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അവരുടെ അവസ്ഥ തന്നെ എന്തായാലും ചെയ്ത് പാവങ്ങളൊക്കെ തീരണമെങ്കിൽ വേറെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് പ്രതാപൻ വാമനോട് പറയുന്നത്. നമ്മളെ ഇറക്കിക്കൊണ്ടുവരാൻ എൻ്റെ മരുമോനെന്ന് പറയുന്ന ആ ഉണ്ണി പോലും വന്നില്ലല്ലോ. ഇത്രയും നേരമായിട്ട് അവന് ആ പൈസയും കൊടുത്ത് നമ്മളൊന്നും ഇറക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്തായാലും അവനൊരു അരപ്പിശുക്കൻ തന്നെയായിപ്പോയി. എൻ്റെ മോളുടെ വിധി അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വാമനോട്. പ്രതാപനാണെങ്കിൽ വാമൻ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഉണ്ണി വരാത്തതും നല്ലത് തന്നെയല്ലേടോ. ഉണ്ണി വന്നു കഴിഞ്ഞാൽ പോലീസുകാരനോട് ജാമ്യവും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ ആ വക്കീൽ അവനോട് ചോദിക്കും എന്തിനാ അവരെ ഇറക്കുന്നത്, കാരണം എന്താണെന്നൊക്കെ അന്വേഷിക്കാൻ നിൽക്കും. അതൊക്കെ അവൻ നമ്മളോട് ചോദിക്കും എന്തിനാണ് ജയിലിനകത്തായത് എന്നുള്ള കാര്യം. അതൊക്കെ അവൻ അറിയാതിരിക്കുന്നതല്ലേടോ ഒന്നാമത് നല്ലത്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, അതും ശരിയാണ്, ഇങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല. എന്തായാലും ആ സമയത്ത് പണ്ട് എനിക്കാണെങ്കിൽ പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ കലികാലത്തിന് ചെയ്തു പോയതാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഇന്നിവിടെ ഇരുന്ന് അനുഭവിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വാമനോട്. പ്രതാപനാണെങ്കിൽ വാമൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ താൻ അങ്ങ് ചെയ്താൽ മതി, കേസിൽ ഒന്നും ഉൾപ്പെടില്ല. എന്തായാലും അങ്ങനെയുള്ളൊരു കേസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് താൻ പറയേണ്ടത്. തൻ്റെ മകളുടെ കേസ് മാത്രമേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കേസൊന്നും എന്തായാലും അതൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊക്കെ വാമൻ പ്രതാപനോട് പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും വഴിപാട് കൊണ്ടൊക്കെ നമ്മുടെ കണ്ണൻ്റെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ണൻ്റെ കുഞ്ഞ് ജനിച്ചത് കൊണ്ടല്ലേ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് നമ്മൾ. അതിനുശേഷമാണെങ്കിൽ മാർക്കോ ആണെങ്കിൽ അമ്പലത്തിൽ ചെന്നിട്ട് ആ സിദ്ധിയായ അമ്മയെ കാണുന്നുണ്ട്. അമ്മയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഞ്ഞിനൊരു അസുഖവും കൂടാതെ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞ് തന്നെയാണ് കണ്ണൻ സാറിന് ജനിച്ചിരിക്കുന്നത് അമ്മേ, എല്ലാം അമ്മയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ശരിയാണ്, അവളൊരു പെൺകുഞ്ഞ് തന്നെയാണ്, അവൾ ഭയങ്കരമായിട്ടുള്ളൊരു ഇതിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്, കാർത്തിക നാളിൽ. അതും കണ്ണൻ്റെ നക്ഷത്രമാണ് കാർത്തിക നാൾ. അതെന്തായാലും കണ്ണന് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു നാൾ തന്നെയാണ്. എന്തായാലും മഹിയെപ്പോലെ നല്ലൊരു കുഞ്ഞിനെ തന്നെയാണ് കണ്ണന് കിട്ടിയിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് അവർ സന്തോഷമായി ഇനി ജീവിക്കും. അവരുടെ ശത്രുക്കൾക്ക് പകരം വീട്ടാൻ ഇവളാണ് ഇനി അവിടെ എത്തുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യും എന്നൊക്കെ നമ്മുടെ ആ സിദ്ധിയായ അമ്മ മാർക്കോയോട് പറയുന്നുണ്ട്. മാർക്കോവും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം അമ്മേ, ആ കുഞ്ഞ് തന്നെ വേണം അവർക്കൊക്കെ പ്രതികാരം ചെയ്യാൻ. എന്തായാലും അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളാണല്ലോ കരുണ, അവൾക്ക് തന്നെയാണ് ആ കുഞ്ഞ് ആദ്യം തന്നെ പണി കൊടുക്കേണ്ടതെന്നൊക്കെ ആ സിദ്ധിയായ അമ്മയും നമ്മുടെ മാർക്കോവും സംസാരിക്കുന്നുണ്ട്. മാർക്കോയോട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഒരു ആപത്തും കൂടാതെ ഇത് സംഭവിച്ചല്ലോ, നീ എന്തായാലും ഈ ഒരു മോതിരം ആ കുഞ്ഞിൻ്റെ കയ്യിൽ അണിയണം. എന്നാൽ മാത്രമേ ആ കുഞ്ഞിൻ്റെ ജീവിതകാലം മുഴുവൻ സന്തോഷവും സമാധാനം അതിന് കിട്ടുകയുള്ളൂ. അതേ മോതിരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ആപത്തുകളിൽ നിന്ന് ഈ കുഞ്ഞിനെ ഇത് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കോയ്ക്ക് ആ കുഞ്ഞിൻ്റെ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഒരു മോതിരമൊക്കെ കൊടുത്തു വിടുന്നുണ്ട് അമ്മയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണിയും ദുർഗയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ഭാര്യേനെ ഇവിടെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയോട് പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ, എന്തിനാണെങ്കിലും നിനക്കും നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ ഭാര്യയ്ക്കടക്കം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളാരും എന്തിനേയും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവളാണ് നിൻ്റെ ഭാര്യ, അവളൊരു അമ്മയാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അവളോട് യാതൊരു കരുണയും ഇനി തോന്നുകയില്ല. ആ കരുണയോട് അങ്ങ് പറഞ്ഞേക്ക് ചെന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ള വ്യാമോഹമൊന്നും ഇനി വേണ്ട, അതൊന്നും മനസ്സിൽ വെച്ചിരിക്കേണ്ട എന്നൊക്കെ നീ നിൻ്റെ ഭാര്യയോട് പറഞ്ഞേക്ക് എന്നുള്ള ഇതിലൊക്കെ കണ്ണനാണെങ്കിൽ ഉണ്ണിയോട് സംസാരിക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്, ഈ സമയത്ത് നിൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാത്തത് തന്നെയാണ് ഭേദം, അല്ലെങ്കിൽ ആ മാർക്കോ അവനെ ഇടിച്ച് തന്നെ കൊല്ലും, അതെനിക്ക് ഉറപ്പാണ്. ജയിലിലാകുമ്പോൾ ആരും തന്നെ ശിക്ഷിക്കാനൊന്നും പോയില്ലല്ലോ. എന്തായാലും കോടതിയിൽ നാളെ വക്കീൽ നമ്മളെ ജയിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വഴിയെ നോക്കാം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങും എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ തുകയും ഉണ്ണിയൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഈ കരുണ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്, നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടേ, നമ്മൾ വെറും പൊട്ടന്മാരെ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, ശരിയാണ്, എന്തായാലും വാമേട്ടൻ എന്തിനായിരിക്കും പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്, അതാണ് ഞാനിങ്ങനെ അന്വേഷിക്കുന്നത്, അതും പ്രതാപൻ്റെ കൂടെ എന്തൊക്കെയോ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ടെന്ന് ദുർഗ പറയുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട് ദുർഗയാണെങ്കിൽ, എന്താടാ നീ ഞങ്ങളോടൊന്നും പറയാതിരിക്കുന്നത്, നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ച കാര്യം പോലും ഞങ്ങൾ ഇപ്പോഴാണല്ലോ അറിഞ്ഞത്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ അറിഞ്ഞിട്ട്, അതിനെയും കൂടെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ കണ്ണനോട് പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ, എത്രയൊക്കെ ആണെങ്കിലും അതൊരു കുഞ്ഞു ജീവനല്ലേ, അതിന് ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് നീ അത് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ എല്ലാവരെയും പേടി തന്നെയാണ്, അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, എൻ്റെ ഭാര്യേനെയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ആരും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതെന്തായാലും ഞാൻ പറഞ്ഞ വാക്ക് ഒരിക്കലും മാറ്റി പറയുന്ന ഒരാളല്ല. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ എവിടേക്കാന്ന് വെച്ചാൽ പോയിക്കോളും, എനിക്കെന്തായാലും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ.
അതുകൊണ്ട് ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എന്നൊക്കെ കണ്ണനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ കണ്ണൻ പോയതിനു ശേഷം കണ്ണൻ ആശുപത്രിയിൽ തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്തായാലും കുഞ്ഞിനോടും ഭാര്യയോടും സമാധാനത്തോടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കണ്ണനാണെങ്കിൽ ഒരുപാട് നേരം കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊടുവിൽ ഭയങ്കര സന്തോഷം കിട്ടിയിരിക്കുകയാണ്. കണ്ണനാണെങ്കിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു, അത് തന്നെ പോലെ ആവണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്, അതുപോലെ തന്നെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മുടെ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട് തൻ്റെ അനുജത്തി വീണ്ടും ഗർഭിണിയായിരിക്കുകയാണ്, ഇനിയെങ്കിലും അവൾക്ക് നല്ല ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു ഒക്കെ കണ്ണൻ പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ പറയുന്നുണ്ട് അതൊക്കെ തോന്നും കണ്ണേട്ടാ, എല്ലാം അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്നാണല്ലോ നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, എല്ലാതും അത് നടക്കുന്ന ഒരു കാലത്ത് നടന്നോളും. എന്തായാലും എനിക്ക് ആ അമ്മയെ കാണണം, സിദ്ധിയായ അമ്മയെ എന്നിട്ട് പറയുന്നുണ്ട്. കണ്ണാണെ പറയുന്നുണ്ട് നിനക്ക് ഉടൻ തന്നെ ആ അമ്മയെ കാണാനുള്ള അനുഗ്രഹം കിട്ടും മഹി, നീ എന്തായാലും കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടിപൊളി എപ്പിസോഡൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.